ഹലോ. ഹലോ. യെസ്, ആരാണ്? രാജശേഖരൻ സാറല്ലേ? അതെ. ഞാൻ കോഴിക്കോട് നിന്ന് സന്തോഷ വിളിക്കുന്നേ. എന്താ സന്തോഷ വിശേഷം? നന്നായിരിക്കുന്നു സാർ. എവിടെന്നാ? കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് ചാലപ്പുറത്തു നിന്നാണ്. ഓ ശരി, പറയൂ. ഞാൻ 1-2 പ്രാവശ്യം സാറിനെ വിളിച്ചിരുന്നു. അതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്. പറയൂ. ഞാൻ സൈക്കോ മാഗസീൻ വായിക്കാറുണ്ട് റെഗുലറായിട്ട്. സാറിന്റെ കോളം അതിനകത്ത് വായിക്കാറുണ്ട്. എന്റെ കോളം വായിക്കാറുണ്ട്. സന്തോഷം. നന്നാവുന്നുണ്ട്. ഒത്തിരി ഇൻഫോർമേറ്റീവ് ആണ്. അപ്പൊ ഞാൻ സാറിനോട് സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു. ശരി, പറയൂ. എനിക്ക് തലവേദനയാണ് എന്റെ പ്രശ്നം. തലവേദന എന്ന് പറഞ്ഞാല് എങ്ങനെയാ, എപ്പോഴാ തുടങ്ങിയതെന്ന് പറയാൻ പറ്റും? ഏതാണ്ട് എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത്? തുടങ്ങിയിട്ട് ഇപ്പൊ 6 മാസത്തോളമായി. ഓഹോ. ഇടപെട്ട് എനിക്കത് അനുഭവപ്പെടുന്നുണ്ട്. സന്തോഷം എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ കമ്പ്യൂട്ടർ ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി. തലവേദന എവിടെയാണ് തോന്നുന്നത്? തലയിൽ മുഴുവനുമാണോ? ഈ നെറ്റിയുടെ 2 സൈഡിലാണോ? അതോ മൂക്കിനോട് ചേർന്ന് മുകളിലായിട്ട് കണ്ണിന്റെ നടുക്കായിട്ടാണോ തോന്നുന്നത്? നെറ്റിയുടെ സൈഡിലാണ് എനിക്ക് തോന്നുന്നത്, അനുഭവപ്പെടാറുള്ളത്. അങ്ങനെ കുത്തുന്ന വേദന പോലെയാണോ? അതോ ഇങ്ങനെ സ്പന്ദിക്കുമ്പോ ഉള്ളത് പോലെയാണോ? കണ്ടിന്യൂസ് ആയിട്ടൊരു പെയിൻ ആണോ? തുടങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായി കുറെ നേരം നിൽക്കുന്നുണ്ട് അത്. ശരി. യാത്ര ചെയ്യാറുണ്ടോ പുറത്തൊക്കെ? ഉണ്ട്. എങ്ങനെയാണ്? ബൈക്കാണോ, കാറാണോ, നടന്നാണോ? ബൈക്കിലധികം യാത്ര ചെയ്യാറുണ്ട്. ഓഹോ, ശരി. വെയിൽ കൊള്ളാറുണ്ട്. കമ്പ്യൂട്ടറിൽ ഒരു ദിവസം എത്ര മണിക്കൂർ ഇരിക്കും? 8-9 മണിക്കൂറൊക്കെ ചെയ്യും. 8-9 മണിക്കൂർ ഒരു ദിവസം ഇരിക്കും അല്ലേ? ശരി. കമ്പ്യൂട്ടർ ടേബിളൊക്കെ എങ്ങനെയാണ്? ശരിയായ പൊസിഷനിലാണോ ഇരിക്കുന്നത്? അതായത് നമ്മൾ ഇരുന്ന് സൗകര്യമായിട്ട് ഇപ്പൊ തല ഉയർത്തി കണ്ടമാനം വെച്ചിട്ടാണോ, അതോ ചാഞ്ഞിരുന്നിട്ടാണോ? തല മുഖത്തിന്റെ അതേ ലെവലിൽ തന്നെയാണോ സ്ക്രീൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ എന്റെ മുഖത്തിന് താഴെയാണ് സാധാരണ ഇരിക്കാറ്. കുഞ്ഞിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. കയ്യിൽ വെച്ച് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാറുണ്ട്. അത് ശരി. അത് സന്തോഷം. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാകാം. സാധാരണ എനിക്കൊരു വല്ലാത്ത തലവേദന, അതൊരു തലവേദന, ഇങ്ങനെയാണെങ്കിൽ തലവേദനയാകും എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ ഏത് അസ്വസ്ഥതയും ഒരു തലവേദനയാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ തലവേദനയാണ്, അയാളൊരു തലവേദനയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോ തോന്നലായ തലവേദനയുണ്ട്. നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അതൊരു തലവേദന നമ്മൾ പറയാറുണ്ട്. നമുക്ക് അപ്രിയമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തലവേദന എന്ന് പറയാറുണ്ട്. ഇതല്ലാതെ 2-3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. മെഡിക്കൽ റീസൺ തന്നെയുണ്ട്. മെഡിക്കൽ റീസൺ എന്ന് വെച്ചാൽ തലയ്ക്കകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും അവയവത്തിനോ ഇന്ദ്രിയങ്ങൾക്കോ അല്ലെങ്കിൽ ഞരമ്പിനോ ടിഷ്യൂസിനോ എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ തീർച്ചയായിട്ടും തലവേദന ഉണ്ടാകും. ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തുള്ള ചില ഡിസീസ് പോലും തലവേദനയ്ക്ക് കാരണമാക്കാറുണ്ട്. ഉദാഹരണത്തിന് വൈറസ് സംബന്ധമായ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലവേദന സിംറ്റമായിട്ട് കൂടെ ഉണ്ടാകും. സന്തോഷം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അല്ല, മോളൊന്നും കേൾക്കുന്നില്ല ഇടയ്ക്ക്? ഞാൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ശരി. കഴിച്ച ആഹാരം ദഹിച്ചില്ലെങ്കിൽ, ദഹന പ്രക്രിയയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തലവേദന ഉണ്ടാകാറുണ്ട്. ഉറക്കം നന്നായിട്ട് കിട്ടാറുണ്ടോ സന്തോഷിന്? ഉറക്കം കൃത്യമായി കിട്ടാറില്ല. നല്ല ഉറക്കം കിട്ടിയില്ല. ആവശ്യത്തിന് ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. പ്രത്യേകിച്ച് 8-9 മണിക്കൂർ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും 6 മണിക്കൂർ 8 മണിക്കൂർ വരെ ഉറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലോണം ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ തലവേദന ഉണ്ടാകും. വെയിൽ അസാധാരണമായിട്ട് കൊണ്ടാൽ ചിലർക്ക് തലവേദന ഉണ്ടാകാം. ചിലർക്ക് ഇപ്പോൾ കൂൾ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഹോട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോഴോ, അല്ലെ ഹോട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കൂൾ അറ്റ്മോസ്ഫിയറിലേക്കോ, ഈ കാലാവസ്ഥയുടെ ചേഞ്ചസ്, കണ്ടീഷൻഡ് ആയിട്ടുള്ളതായ മുറികളുണ്ടല്ലോ, എയർ കണ്ടീഷൻഡ് മുറികളിൽ ഒരുപാട് ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞതിന് ചുരുക്കം സന്തോഷം മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നത്. ഈ കാരണങ്ങളെ ഓരോന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. ഫോണിൽ കൂടി എല്ലാം പറയാൻ പറ്റില്ല എന്ന് സന്തോഷം അറിയാലോ. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ചില കാരണങ്ങൾ, ഇത് ഉദരസംബന്ധമായിട്ടോ തലയ്ക്കകത്തോ എവിടെയെങ്കിലും ഇടിച്ചു വീണിട്ടുണ്ടോ, അല്ലെങ്കിൽ തലയ്ക്കകത്തുള്ള ഏതെങ്കിലും ഞരമ്പിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മെഡിക്കൽ റീസൺ കണ്ടുപിടിച്ചിട്ട് അതിന് മരുന്ന് കഴിക്കാൻ വേണം. ഇതല്ലാതെ സോഷ്യോ റീസൺസ് ഒരുപാടുണ്ട്. ഇപ്പം നിങ്ങളുടെ അപ്രിയങ്ങൾ, ഹിതാഹിതങ്ങൾ, വീട്ടിലെ ചില പ്രശ്നങ്ങൾ, കുട്ടികൾ കിടന്ന് ബഹളം വെച്ച ചിലർക്ക് തലവേദന ഉണ്ടാവും. കുട്ടികൾ എപ്പോഴും ടി വിയിലിരിക്കുകയോ കുട്ടികളോട് ദേഷ്യപ്പെടുകയോ ചെയ്ത തലവേദന ഉണ്ടാവും. ദേഷ്യപ്പെടാനേ പാടില്ല എന്നാണ് എൻ്റെ ഉപദേശം. കാരണം ദേഷ്യപ്പെടുന്നത് കൊണ്ട് തന്നെ തലവേദനയുടെ ഒരു പ്രധാനപ്പെട്ട റീസണാണ്. ദേഷ്യപ്പെട്ടാൽ ഈ ദേഷ്യം കേട്ട ആളെക്കാളിലും കൂടുതൽ ദോഷം ഉണ്ടാകുന്ന ദേഷ്യപ്പെട്ട ആൾക്കാണ്. അത് തിരിച്ചറിയണം. അപ്പം ഇങ്ങനെയുള്ള റീസൺസ് നമുക്ക് അനലൈസ് ചെയ്യാം. സന്തോഷം എപ്പോഴാണ് എന്നെ വന്ന് കാണാൻ പറ്റുന്നത്?
എപ്പോ വേണമെങ്കിലും വരാം സാർ. എന്നാ അങ്ങനെ വേണ്ട, എപ്പോ വേണമെങ്കിലും വേണ്ട. അടുത്ത ഞായറാഴ്ച കാലത്തായാലോ? വരാം സാർ. ഞായറാഴ്ച കാലത്ത് ഒരു 10 മണിയോടുകൂടി ഞാൻ വരാം. ഞാൻ ഓർക്കുന്നു ഇപ്പൊ സന്തോഷിനെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ കൂടുതൽ ചോദിക്കാഞ്ഞത്, ഞാൻ ക്ലിനിക്കിൽ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് സന്തോഷിന്റെ വീട്ടുകാര്യങ്ങൾ മാത്രം എന്തൊക്കെ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചു അല്ലേ? ആ ഓർമ്മയുണ്ട്. അപ്പോ ആദ്യം വേണ്ടത് സന്തോഷം ഒരു കാര്യം തീരുമാനിക്കണം, നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും നമ്മുടേത് തന്നെയാണ്. ഏതാണ്ട് ഒരു 90% വരെ നമുക്ക് പിടിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മയുണ്ടാവണം. നമ്മളാണ് പലതും നയിക്കുന്നത്, നിശ്ചയിക്കുന്നതും തീരുമാനിക്കണം. ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടോ? അങ്ങനെയില്ല സാർ. ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ, ആരോടെങ്കിലും കഠിനമായ ശത്രുതയോ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും റീസൺസ്. ഇപ്പൊ അതൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പൊ സന്തോഷിനെ കാണുകയും കൂടി ചെയ്യുമ്പോൾ എനിക്ക് ബോധ്യമാവും സന്തോഷം ഇത് തിരക്കാരനാണെന്ന്. അങ്ങനെ നമുക്ക് തലവേദനയ്ക്ക് കാരണമായ ഓരോ റീസൺസിനെ എലിമിനേറ്റ് ചെയ്തിട്ട് യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് ചികിത്സ ആവശ്യമാണെങ്കിൽ ചെയ്യാം. തീർച്ചയായിട്ടും അതിനെ പറ്റിയ ഡോക്ടറെ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്, സംശയമില്ല കേട്ടോ. ചികിത്സ ആവശ്യമില്ല, നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് തീർക്കാവുന്നുള്ളെങ്കിൽ അങ്ങനെയുള്ള പേടിക്കുക വേണ്ട. തലവേദന നമ്മളൊരു പേടിക്കേണ്ട ഡിസീസ് ആണ് എന്ന് വിചാരിക്കേണ്ട, അത് അങ്ങനെ കരുതണ്ട. തലവേദനയെ കുറിച്ച് നമുക്ക് വലിയ പേടിയുടെ ആവശ്യമില്ല. പേടിയുള്ള തലവേദന അല്ല എന്നിപ്പോൾ സന്തോഷിന്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ പേടിക്കേണ്ട തലവേദനകളുണ്ട്. വലിയ ബ്രെയിൻ ഡാമേജ് ഒക്കെ സംഭവിക്കുമ്പോൾ, ബ്രെയിൻ ഹെമറേജ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിയ വലിയ ദുരന്തത്തിലേക്ക് നയിക്കാവുന്ന വൻ തലവേദന ആകുമ്പോൾ ഇതുപോലെ സംസാരിക്കാൻ പോലും പറ്റില്ല, സംസാരത്തിൽ ഈ ടോണൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പേടിക്കേണ്ടതാണ്. ഈ ഫോൺ ടോക്കിൽ കേൾക്കുന്ന ശബ്ദത്തിൽ കൂടി ഞാൻ തീരുമാനിക്കുന്നത്. അതൊരു ഫൈനൽ തീരുമാനമല്ല. നമുക്ക് ഞായറാഴ്ച കണ്ടിട്ട് ഓരോരോ കാരണങ്ങൾ അനലൈസ് ചെയ്ത് മാറ്റി 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 ശരിയായ കാരണം കണ്ടുപിടിക്കാം. ഒരു കാര്യം ഓർമ്മ വേണം, സ്വന്തമായിട്ട് മെഡിക്കേഷൻ ഒന്നും ചെയ്യേണ്ട, പരിസ്ഥിതി കാണുന്ന ഗുളിയൊക്കെ പോയി വാങ്ങിച്ച് തിന്നൊന്നും വേണ്ട. ഇപ്പൊ തലവേദന ഒരു കാര്യം ചെയ്യും, ദോഷമുള്ളതൊരു കാര്യം പറയാം. കർച്ചീഫ് എടുത്ത് നന്നായിട്ട് തണുത്ത വെള്ളത്തിന് നനച്ചിട്ട് നെറ്റിയിലിടുക. എന്നിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ TV കാണുകയോ ചെയ്ത് നോക്കുക. ഒരു ചേഞ്ച് ഉണ്ടാവുമെന്നറിയുക. കമ്പ്യൂട്ടറിൽ കുറച്ച് ദിവസത്തേക്ക് ഇനി എന്നെ കാണുന്നവരെ 8-9 മണിക്കൂർ ഇരിക്കേണ്ട, ഒരു 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ വീണ്ടും മാറി പോകണം. വേറെ എന്തെങ്കിലും പണി ചെയ്യണം. അതിന് വീണ്ടും 2 മണിക്കൂർ ഇരിക്കാം. 9 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടുന്ന ആളാണെങ്കിൽ ഞാൻ അത് നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ഞായറാഴ്ച വരെ ഇരിക്കേണ്ട, അതും ഒരു കാരണമാണ്. കാരണം ഇതിനകത്ത് നിന്ന് വരുന്ന ഗ്ലെയർ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് അറിയില്ല. അതുപോലെ സന്തോഷത്തിന് കണ്ണുമായിട്ടുള്ള ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. കണ്ണിന് തകരാറ് വന്നാലും തലവേദന ഉണ്ടാകാം. കാഴ്ചയുടെ പ്രശ്നവും തലവേദനയെ ബാധിക്കാം. അത് ഈ ഗ്ലെയർ അടിച്ചിട്ട് മാത്രമാണോ, ഇത് ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരുന്നിട്ട് ഉണ്ടാകുന്നതാണോ എന്നൊക്കെ അന്വേഷിക്കാൻ കേട്ടോ. പേടിക്കണ്ട, ഏതായാലും പേടിക്കാനായിട്ട് യാതൊന്നുമില്ല. പോരെ, ഞായറാഴ്ച നമുക്ക് കാണാം. എന്ത് പറയുന്നു? ഒത്തിരി സന്തോഷം. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, വെക്കട്ടെ. താങ്ക് യു.